നമ്മൾക്ക് ഈ 4 തരം കഷ്ണം കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഒരു അവിയലുണ്ടാക്കാം കേട്ടോ. അതിന് മുരിങ്ങക്കായൊന്നും വേണമെന്നില്ല. ഇത് കഷ്ണങ്ങളെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഉരുളി ചൂടാകുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഒരു സ്വല്പം പോലും വെള്ളമില്ലാതെ വേണം നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഞാൻ ചേന സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകിയിരിക്കുന്നത്. ആ ചേന കഴുകിയത് സെപ്പറേറ്റ്, കാരണം കൈ ചൊറിയുന്നത് കൊണ്ട് ചേന സെപ്പറേറ്റ് കഴുകിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് മുളക് പൊടി ഇടാം. ഞാൻ അങ്ങനെ മുളക് പൊടി അധികം ഇട്ടിട്ടില്ല, കാരണം വേണ്ടാത്തത് കൊണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾക്കത് പുരട്ടി അത് അടച്ചു വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു മുറി തേങ്ങയാണ് ചിരകിയെടുക്കേണ്ടത്. അതിന് ആവശ്യമുള്ളത് യോഗട്ടാണ്. യോഗട്ടിൻ്റെ കൂടെ നമ്മൾക്ക് പിന്നെ ആവശ്യം വരുന്നത് നമ്മൾക്ക് ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ ഒരു 1.5 സ്പൂണ് ജീരകം, പിന്നെ ഒരു 6 പച്ചമുളക്, പിന്നെ വേപ്പില, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തൈരിന് അധികം പുളിയില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നാൽ അത്യാവശ്യം ചെറിയൊരു തരം പുളിയിൽ നമ്മൾ ഉള്ള തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വെള്ളം ശകലം പോലും ചേർക്കാൻ പാടില്ല, ഒരു ശകലം പോലും വെള്ളം. ഇതൊന്നിങ്ങനെ അരച്ച് ഒരുപാട് അരവ് വരും വേണ്ട, ഒരു വെണ്ണ പോലെ നമ്മൾക്ക് അങ്ങനെ അരച്ചെടുക്കണ്ട. പക്ഷെ ഒരു 1-2 കറക്ക് ഒരു ക്രഷ് പോലെ ഒന്ന് ചെയ്തിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. അതങ്ങനെ തൈര് കൂട്ടിയിട്ട് ഒതുക്കിയെടുത്തതാണ് ഇത് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഷ്ണം വെന്തോന്നൊന്ന് നോക്കി വെക്കാം. കഷ്ണം വേവുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3/4 വേവ വേണ്ട അവിയലിന്. ഒരുപാട് വെന്തുടങ്ങരുത് കഷ്ണങ്ങളൊന്നും. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ വില കൂടുന്ന സമയത്ത് മുരിങ്ങക്കായ ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണിത്. അപ്പോൾ ഇത് അത് വെന്തു, ഒരുവിധം 3/4 വെന്തു. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച തേങ്ങ അതിൽ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി അതിന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. മെയിനായിട്ട് നമുക്ക് വെള്ളം ഇതിൽ ആവശ്യമില്ല കേട്ടോ, അതാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഒഴിച്ച് എല്ലാം ഇളക്കി നല്ല പരുവത്തിനാക്കിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ കണ്ട കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടേ ഇന്നില്ല നമ്മുടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉടഞ്ഞു കഴിഞ്ഞാൽ അവിയലിന് ടേസ്റ്റും ഉണ്ടാവില്ല, വെള്ളം ഉണ്ടെങ്കിലും ടേസ്റ്റൊക്കെ കുറയും. നമ്മൾ അടി പിടിക്കാതെ നമ്മളെ കഷ്ണത്തിൻ്റെ വെള്ളത്തിലാണ് ഇതെല്ലാം വെന്തിരിക്കണത്. പിന്നെ കൂടുതൽ അടി പിടിക്കാൻ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഇളക്കി ഈ ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ മണം കഷ്ണത്തിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചു, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ആ ജീരകത്തിൻ്റെ എല്ലാ മണം പോകുന്നത് വരെ ഒന്നും കൂടെ ഇളക്കി വെള്ളം പോകുന്നത് വരെ നമ്മൾക്ക് വഴറ്റി എടുക്കുക. അതിപ്പോൾ ഈ പരുവായില്ലേ, ഈ പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ വെള്ളം വന്നാലും ഇങ്ങനെ ഊറി വരും. കാരണം തൈരും നമ്മൾ ചേർത്തിട്ടാണല്ലോ ഒന്ന് ഒതുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കി ഒരു പതയിലിങ്ങനെ വരുന്നത് വരെയും അടിയിലൊരു ശകലം പോലും വെള്ളമില്ലാത്ത രീതിയിൽ കണ്ടു. ഇതേപോലെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന അടിയിൽ കണ്ടു. അതാണ് തൈരിൻ്റെ ഒരിത്. പക്ഷെ അത് മെയിനായിട്ടത് വറ്റണം. അത് നന്നായി വറ്റിയാൽ മാത്രമാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അടിയിൽ കുറേശ്ശെ വെള്ളമുണ്ട്. ആ വെള്ളമെല്ലാം കഷ്ണത്തിൽ പിടിച്ച് നല്ല രീതിയിൽ നമ്മൾക്ക് ചില സമയത്ത് വേണ്ട ഇതേപോലെ തന്നെ നമ്മൾക്കിങ്ങനെ മൊത്തം വെള്ളം വറ്റി ഇളക്കി അടിയാണെങ്കിൽ ഒട്ടും പിടിക്കരുത്. അടി പിടിക്കാതെ കഷ്ണത്തിലൊന്നും അടി പിടിക്കാതെ നമ്മൾക്ക് ഇതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും അടിയിൽ എങ്ങനെയാണ് വെള്ളം വരുന്നതെന്നുള്ളത് നോക്കാം നമുക്ക്. ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടത് ഇവിടെ ഇതേപോലെ ഈ ഇങ്ങനെ എന്താ പറയുക പൊട്ടി ഉള്ള വെള്ളങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണ പോലെ ആയിരിക്കും. പക്ഷേ ഇതേപോലെ വരുന്നത് മുഴുവനായിട്ടും വറ്റിയാൽ മാത്രമേ അവിയലിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി അപ്പോൾ അത് നമ്മൾ ഇളക്കിയ ആ തൈരിൻ്റേതായിട്ടുള്ള ഒരു വെള്ളവും പച്ചക്കറിയുടേതായിട്ടുള്ള വെള്ളങ്ങൾ ഇറങ്ങിയതൊക്കെ വറ്റി പോകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു കാണാനും സാധിക്കില്ല. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി നമ്മൾ മറിച്ച് ഈ വെള്ളം ഫുള്ളും വറ്റിച്ച് തേങ്ങയും എല്ലാം കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് വെന്തുടയാതെ ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആട്ടോ. കണ്ടോ, ഇതേപോലെ അവിയൽ